Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാ ദിവസത്തെയും പോലെ തന്നെ നാളെ സ്വിങ്ങിന് നമുക്ക് നോക്കാൻ പറ്റിയൊരു സ്റ്റോക്ക് നോക്കാം. കൂടാതെ നമ്മൾ സ്മോൾ ക്യാപ്പ് അതുപോലെ നിഫ്റ്റിയുടെ ചാർട്ടുകളൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോകാം. നിഫ്റ്റി നല്ലൊരു ക്ലോസിംഗ് ആണ് തന്നത്. ഒരു 170 പോയിന്റിനും അടുത്ത് നമുക്കൊരു നിഫ്റ്റി റാലി തന്നു. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അതുപോലെ സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ ഒരു 1% മുകളിലുള്ള റാലിയാണ് സ്മോൾ ക്യാപ്പിൽ ഉണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ്. നമ്മൾ പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ആണ്. ആ ഒരു റേഞ്ച് മിക്കവാറും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അടുത്തൊരു റെസിസ്റ്റൻസ് ഈ ഒരു ബ്ലൂ ലൈനാണ്. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു 24,600 ആ റേഞ്ചാണ് ഇനിയിപ്പോൾ അടുത്ത ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിയിലുള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു ക്യാൻഡിലിൻ്റെ ഒരു ഫോർമേഷനൊക്കെ നോക്കുമ്പോൾ വോളിയം കുറവാണെങ്കിലും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണെന്ന് നിഫ്റ്റിയിലുണ്ടായത്. അതുപോലെ നമുക്ക് സ്മോൾ ക്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിൽ നമ്മൾ പറഞ്ഞ റേഞ്ചുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ റെസ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് സ്മോൾ ക്യാപ്പും പോകുന്നത്. ഇപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയിലും അതുപോലെ സ്മോൾ ക്യാപ്പിൽ ഇന്ന് വന്നത്. അപ്പോൾ ഇത് റാലി കണ്ടിന്യൂ ചെയ്യുമോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ അടുത്ത തിങ്കളാഴ്ച നമുക്ക് നോക്കാം. കാരണം ഇപ്പോൾ നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ശനി ഞായറും മാർക്കറ്റ് അവധി ആയതുകൊണ്ട് ചിലപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ചിലപ്പോൾ നാളത്തെ അവസാന സമയങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൊതുവേ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആളുകൾ ഇങ്ങനെ അവരുടെ പൊസിഷൻസ് ഒന്നും അങ്ങനെ ക്യാരി ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നാളെ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും നാളത്തെ മാർക്കറ്റ് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. വേറെ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും മുകളിലോട്ട് പോകും. അതുപോലെ FISൻ്റെ സെല്ലിങ്ങും ബൈയിങ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിയുമ്പോൾ രണ്ടും ചാർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് നിഫ്റ്റിനേക്കാളും കുറച്ച് ബുള്ളിഷായിട്ട് തോന്നുന്നുണ്ട്. നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ് ഏരിയയിലും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു സ്റ്റോക്കായിരുന്നു പേസ് ഡിജിടെക് ലിമിറ്റഡ്. 2 പോയിൻറ്റ് സംതിങ് മൂവ് ചെയ്തു. ഈ ഒരു സ്റ്റോക്കിൻ്റെ എൻട്രിയും അതുപോലെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റൊക്കെ നമ്മൾ ഇന്ന് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ഓക്കെ, അതുപോലെ നമ്മൾ നാളത്തേക്ക് നോക്കാൻ പറ്റിയൊരു സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ പേര് സ്കിപ്പർ എന്നാണ്. ഒരു 566 രൂപയിൽ ട്രേഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. ഇതിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഒക്കെ ജസ്റ്റ് ഒരു വീക്ക്ലി ഗൈൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഷോർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഏകദേശം ഇവിടെ നിന്ന് ഉണ്ടോ നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് വന്നെങ്കിലും ഇവിടെ നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടി. അതിനുശേഷം ഈ റേഞ്ചിൻ്റെ അടുത്തോട്ട് വന്ന് ബുള്ളിഷ് പോകാനുള്ള സാധ്യത ഉണ്ട്. സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ടിൻ്റെ ഫോർമേഷനൊക്കെ കുറച്ചുകൂടി ട്രെൻഡ് റിവേഴ്സലായിട്ട് വരുന്ന പോലെ ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റേഞ്ച്, അതായത് ഒരു 580 മുകളിൽ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു എൻട്രി നോക്കാവുന്നതാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ഈ പറയുന്നതൊക്കെ എഡ്യൂക്കേഷൻ പർപ്പസിനാണ്, ഒരിക്കലും ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. എല്ലാ വീഡിയോയും നമ്മൾ പറയുന്നതാണ്, ചില ദിവസങ്ങളിൽ മറന്നു പോകും. എന്നാലും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എഡ്യൂക്കേഷണലായിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ലൈവ് മാർക്കറ്റൊക്കെ ഇതുപോലെ നല്ല ചാർട്ടുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാനതിൽ ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ എന്തായാലും വീഡിയോ ഉണ്ടാവില്ല, കാരണം നാളെ മാർക്കറ്റ് അവധിയാണ്. ശനിയാഴ്ച ഞായറാഴ്ചയായിട്ട് നമുക്ക് 1-2 വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.